ഹലോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊന്ന് കുട്ടികളൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 പെണ്ണുങ്ങളും പിള്ളേരൊക്കെ കൂടിയിട്ട് ഇരിഞ്ഞാലക്കുട കാക്കത്തുരുത്തി റൂട്ടിലുള്ള സീഷോർ ഫാമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 2 മണിയൊക്കെ ആയിട്ടാണ് എത്തിയത്. ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കാരണം കുറച്ച് ദിവസമായാലും മഴ പെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് ഫാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ചെറിയ ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു വലിയൊരു ഫാമാണ്. അവിടെ കുറച്ച് ബേർഡ്സും ആനിമൽസും അതുപോലെ കുറേ റൈഡിങ്ങും പിന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ പ്ലാന്റ്സിൻ്റെ ഒരു കുറച്ച് ഏരിയ അങ്ങനെയുള്ളൊരു ഫാമായിരുന്നു കേട്ടോ. ഇത് ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അവിടെ ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഫാം സൂപ്പറായിട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നിങ്ങൾ നടന്നപ്പോഴാണ് നമ്മൾ പാർക്കിൽ ട്രെയിൻ വരുന്നത് കണ്ടത് കേട്ടോ. അപ്പം തന്നെ പിള്ളേർ ബഹളം വെച്ചു നമുക്ക് ട്രെയിനിൽ പോകാമെന്ന്. അപ്പോൾ അവിടെ പോയി വേഗം പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിനിലേക്ക് യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഈ ട്രെയിനിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഫാം ഒട്ടുമിക്ക സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എൻട്രി ഫീ ഫ്രീ ആണ്. പക്ഷേ ഇതിൽ ഓരോ റൈഡിനും നമ്മൾ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമായിട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 ബോഗിയുള്ളൊരു ട്രെയിനായിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് ഓരോ സ്ഥലമൊക്കെ കണ്ട് പോകാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ റൂട്ടിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. കാരണം നിറച്ച് മരങ്ങളും പിന്നെ ബാമ്പുവിൻ്റെ ചെടികളും അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. 2 സൈഡും മരങ്ങൾ വെച്ചിട്ട് ഒരു വഴിയുള്ളൊരു ഏരിയ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ട്രെയിൻ യാത്രയായിരുന്നു കേട്ടോ. കാരണം നടക്കും വേണ്ട പിന്നെ എല്ലാതും കാണും ചെയ്യാലോ. അങ്ങനെ കുറേ നേരം നമ്മൾ ട്രെയിനിൽ ചുറ്റി ആ ഫാമൊക്കെ ചുറ്റിക്കിറങ്ങി വന്നു. ഇനി അടുത്തെങ്കിലും നമുക്ക് ഓരോ റൈഡിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ട്രെയിനിൽ തന്നെ പിള്ളേർ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കെല്ലാം കാണാൻ പറ്റും. പിന്നെ ആ ഒരു യാത്ര നല്ലൊരു വൈബുള്ള യാത്രയല്ലേ. അപ്പോൾ പിള്ളേർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് അവരെ ആ ഒരു ബഹളം ചിരിക്കലും കളിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവർ നല്ല ഹാപ്പി. ഒപ്പം ഞങ്ങളും നല്ല ഹാപ്പി ആയിട്ടോ. കണ്ട ഈ ഒരു ഏരിയ ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇത് പാർക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റൈഡും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വന്ന ഉടനെ. പക്ഷെ ഞങ്ങൾ പോകാറുമ്പോഴേക്കും പാർക്കിങ്ങൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ട് അവിടെ ബോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ 2 ബോട്ടായിട്ട് ഞങ്ങളെടുത്തു. അങ്ങനെ ബോട്ടിങ്ങും പോയി. പിന്നെ അവിടെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ പിള്ളേർ കയറിക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഹോഴ്സ് റൈഡിങ് വേണമെന്നുണ്ട് അതും കൂടിയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ബോട്ട് യാത്രയും ഹോഴ്സ് റൈഡിങ്ങും ട്രെയിൻ യാത്രയൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു 5 മണി 5:30 ആയപ്പോൾ തിരിച്ച് റിട്ടേൺ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വീട്ടിലോട്ടൊക്കെ പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.